Hi everyone, this is AJ from RKNX. So all India'യുടെ MBBSനെയും BDSനെയും റൗണ്ട് 2 അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് MCCയുടെ വെബ്സൈറ്റിൽ. അത് നിങ്ങളെ ഒന്ന് അറിയിക്കണം. ദെൻ തേർഡ് റൗണ്ടിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യയുടെയും കേരളയുടെയും തേർഡ് റൗണ്ടിന്റെ ഡേറ്റും നമുക്കൊന്ന് പറയാം. യെസ്, അപ്പോൾ MCCയുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റൗണ്ട് 2ന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റൗണ്ട് 2ന്റെ റിസൾട്ട് വന്നതിന് ശേഷം റൗണ്ട് 2ൽ നിന്ന് ചില ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ആ ജോയിൻ ചെയ്ത ആളുകൾക്ക് റിസൈൻ ചെയ്യാൻ, ആ സീറ്റിൽ നിന്ന് റിസൈൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആ സീറ്റിൽ നിന്ന് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം, പക്ഷെ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അവിടെ നഷ്ടപ്പെടും. എന്നാൽ കൂടി നിങ്ങൾക്ക് റൗണ്ട് 3ലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, റൗണ്ട് 1ലും റൗണ്ട് 2ലും അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ, സീറ്റ് കിട്ടിയ കുട്ടികൾ, കോളേജിൽ ജോയിൻ ചെയ്ത ആളുകളോടാണ്. ജോയിൻ ചെയ്ത ആളുകൾക്ക് 2 മണി 19, അതായത് ഇന്നലെ 2 PM മുതൽ 24 PM വരെ, ശ്രദ്ധിച്ചു കേട്ടോ, 19-ാം തീയതി 2 മണി, ഇന്നലെ 2 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 24-ാം തീയതി 6 മണി വരെ നിങ്ങൾക്ക് ആ സീറ്റിൽ നിന്ന് റിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 24-ാം തീയതി കേരളയുടെ സെക്കൻഡ് റൗണ്ടിന്റെ ആദ്യ പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരും എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ പ്രൊവിഷണൽ വന്നാൽ ഏകദേശം നിങ്ങളുടെ സാധ്യത നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചില കുട്ടികൾക്ക് അത് വന്നതിന് ശേഷം തീരുമാനമെടുക്കാം. എന്തായാലും 24-ാം തീയതി 6 മണി വരെ സമയമുള്ളൂ. മനസ്സിലാക്കേണ്ടത്, ആ റിസൈൻ ചെയ്യേണ്ട ആളുകൾ കോളേജിൽ ഡയറക്റ്റ് പോയിട്ട് പ്രസന്റ് ആയിട്ട് വേണം റെസിഗ്നേഷൻ നടത്താൻ. അപ്പോൾ 24-ാം തീയതി എത്ര മണിക്ക് ശേഷമാണ് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ പ്രൊവിഷനിൽ വരിക എന്നൊന്നും കേരളത്തിന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു കാര്യം മനസ്സിൽ ഓർമ്മിക്കണം. യെസ്, ഇനി ആർക്കൊക്കെ ഈ ഒരു സീറ്റിൽ നിന്ന് റിസൈൻ ചെയ്യാന്നുള്ളത് ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്യാണ്. റൗണ്ട് 1ൽ ചില കാൻഡിഡേറ്റ്സ് അപ്ഗ്രഡേഷൻ പ്രതീക്ഷിച്ചിരുന്നു കാണും അല്ലെ. ചില കോളേജിൽ ജോയിൻ ചെയ്തിട്ട് മറ്റു കോളേജിലേക്ക്, വേറെ ഓപ്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്ഗ്രഡേഷൻ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്ത കുട്ടികളുണ്ടാവും. അപ്പൊ ചില ആളുകൾക്ക് അപ്ഗ്രഡേഷൻ കിട്ടി കാണത്തില്ല. അപ്പൊ ശ്രദ്ധിച്ചോ, അപ്ഗ്രഡേഷൻ കിട്ടാത്ത ആളുകളോടാണ് റൗണ്ട് 1ൽ ജോയിൻ ചെയ്തു, എന്നിട്ട് രണ്ടാമത്തെ അലോട്ട്മെന്റിൽ അപ്ഗ്രഡേഷന് കൊടുത്തു, പക്ഷെ അപ്ഗ്രഡേഷൻ കിട്ടിയില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ റൗണ്ട് 2ൽ നിന്നും റിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടല്ലോ, റൗണ്ട് 1ൽ അഡ്മിഷൻ കിട്ടി, അപ്ഗ്രഡേഷന് കൊടുത്തു, പക്ഷെ അപ്ഗ്രഡേഷൻ കിട്ടിയില്ല. ആ കുട്ടികൾക്ക് ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ റിലീവ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ റിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടത്തില്ല. യെസ്, ഇനി രണ്ടാമത്തെ റൗണ്ടിൽ ആദ്യമായിട്ട് സെക്കൻഡ് റൗണ്ടിൽ, ഫസ്റ്റ് റൗണ്ടിൽ അഡ്മിഷൻ ഒന്നും കിട്ടിയില്ല, റൗണ്ട് 2ൽ ഓൾ ഇന്ത്യയിൽ അലോട്ട്മെന്റ് ലഭിച്ചു. അങ്ങനെയുള്ള കുട്ടികൾക്ക് റിസൈൻ ചെയ്യണമെങ്കിൽ പോയി ജോയിൻ ചെയ്തവരോടാണ് പറയുന്നത്. പോയി ജോയിൻ ചെയ്തവർക്ക് റിസൈൻ ചെയ്യണമെങ്കിൽ എന്നാണ് സമയമുള്ളത്? ഈ 19-നും 24-നും ഇടയിലുള്ള ദിവസത്തിൽ നിങ്ങൾ പോയിട്ട് കോളേജിൽ പോയിട്ട് നിങ്ങൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വേണം നിങ്ങൾ അവിടുന്ന് റിസൈൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടും. അപ്പോൾ റൗണ്ട് 2ൽ അലോട്ട്മെന്റ് ലഭിച്ചവർ ശ്രദ്ധിക്കുക, നിങ്ങൾ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൈൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വന്നിരിക്കുകയാണ്. 24-ാം തീയതി വരെ സമയമുണ്ട്. അതായത് ഫിസിക്കലി പോയിട്ട് നിങ്ങൾ തന്നെ അവിടെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് റിസൈൻ ചെയ്യണം. അപ്പോൾ MCCയുടെ വെബ്സൈറ്റ് വഴിയിട്ട് റെസിഗ്നേഷൻ ലെറ്റർ ഓൺലൈൻ ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. യെസ്, അടുത്തത് ഇനി പറയാനുള്ളത് റൗണ്ട് 3നെ കുറിച്ചിട്ടാണ്. അപ്പോൾ റെസിഗ്നേഷനെ കുറിച്ച് മനസ്സിലായി കാണും. റൗണ്ട് 2ൽ ഇപ്പോൾ ജോയിൻ ചെയ്ത ആളുകൾക്ക് റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സീറ്റ് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ആ സീറ്റ് റിസൈൻ ചെയ്താൽ നിങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടു. പിന്നെ 3ൽ പുതിയ സീറ്റ് ലഭിച്ചെങ്കിൽ മാത്രമേ പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണേ. യെസ്, ആർക്കൊക്കെയാണ് ഓൾ ഇന്ത്യയുടെ റൗണ്ട് 3ലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക? 4 കാറ്റഗറി ഓഫ് ആളുകൾക്കാണ്. 1, registered candidate who did not get any seat allotment in round 1 and round 2. ഓൾറെഡി നിങ്ങൾ രജിസ്ട്രേഷൻ ഒക്കെ നടത്തി, പക്ഷേ റൗണ്ട് 1ലും നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ല, റൗണ്ട് 2ലും നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് പോകാം? റൗണ്ട് 3ലേക്ക് പോകാം. വീണ്ടും രജിസ്ട്രേഷൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും നടത്തണം. പുതിയ ചോയ്സുകളൊക്കെ കൊടുത്ത് ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും ഒക്കെ നടത്തണം. യെസ്, രണ്ടാമത്തത് റൗണ്ട് 2ൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു, പക്ഷേ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയ ടൈമിൽ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ നടത്തിയപ്പോൾ നിങ്ങൾക്ക് അതിൽ എറർ സംഭവിച്ചു, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് പെർഫെക്റ്റ് അല്ലായിരുന്നു, നിങ്ങളുടെ സീറ്റ് ക്യാൻസൽ ചെയ്തു. അങ്ങനെയുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും? റൗണ്ട് 3ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ അഡ്മിഷൻ കിട്ടി, കോളേജിൽ ചെന്നപ്പോൾ ഡോക്യുമെന്റ്സ് ക്ലിയർ അല്ലാത്തത് കൊണ്ട് അഡ്മിഷൻ ക്യാൻസൽ ചെയ്തവർക്കും റൗണ്ട് 3ലേക്ക് പങ്കെടുക്കാം.
അടുത്തത് റൗണ്ട് 3. അപ്പോൾ റൗണ്ട് 3യിൽ നിങ്ങൾ എറേഴ്സ് ഒക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുക, പുതുതായിട്ട് എന്ത് ചെയ്യണം, ചോയ്സ് ഫില്ലിങ് ലോക്കിംഗ് ഒക്കെ നടത്തണം. യെസ്, അടുത്തത് ഗ്രൂപ്പ് 3 എന്ന് പറയുന്നത് റൗണ്ട് 2ൽ കിട്ടിയിട്ട് അപ്ഗ്രഡേഷന് കൊടുക്കുമല്ലോ. അതായത് ഇപ്പൊ ഒരിടത്ത് നിങ്ങൾക്ക് കിട്ടി, അപ്പൊ പല ആളുകളും ചോദിക്കുന്നുണ്ട്, എനിക്ക് കർണാടകയിൽ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മൈസൂർ കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്ത് കൊടുക്കണം, അപ്ഗ്രഡേഷൻ കൊടുക്കണം അല്ലെ, ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടി, അപ്പൊ എനിക്ക് ആ കോളേജ് വേണ്ട, മറ്റൊരു കോളേജ് നോക്കാനുണ്ട്. ഇപ്പൊ കർണാടകയോ ആന്ധ്രയോ തമിഴ്നാടോ അങ്ങനെ സ്റ്റേറ്റ് മാറി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ തന്നെ പല സ്ഥലത്തായിരിക്കും കിട്ടിയത്, പല സ്ഥലത്തെ കോളേജുകൾ നിങ്ങൾക്ക് വേണ്ടായിരിക്കും. ഇപ്പൊ കേരളത്തിൽ തന്നെ ചിലർക്ക് തിരുവനന്തപുരം കിട്ടിക്കാണും, ചിലർക്ക് കോഴിക്കോട് കിട്ടിക്കാണും. അപ്പൊ അപ്ഗ്രഡേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ യെസ് എന്ന് കൊടുത്താൽ മതി. റൗണ്ട് 2ൽ നിന്ന് നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് പോകാം, റൗണ്ട് 3യിലേക്ക് അപ്ഗ്രഡേഷൻ കൊടുത്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അപ്ഗ്രേഡഡ് ആയാൽ ആ കൊടുക്കുന്ന കോളേജിലേക്ക് പോകണം എന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ. റൗണ്ട് 2ൽ കിട്ടിയ ആളുകൾ അപ്ഗ്രഡേഷന് കൊടുത്തപ്പോൾ റൗണ്ട് 3യിൽ ഒരു കോളേജിൽ സീറ്റ് ലഭിച്ചു. മസ്റ്റ് ആയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സീറ്റ് റിലീവ് ചെയ്ത് പുതിയതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് പോയി ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. യെസ്, അടുത്തത് ഗ്രൂപ്പ് 4 ആണ്. who have been allotted in a seat round 2 but did not join or resign and exit after forfeiture of fees. round 2ൽ അഡ്മിഷൻ ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തില്ല, ജോയിൻ ചെയ്തില്ല, അല്ലെങ്കിൽ ജോയിൻ ചെയ്തതിന് ശേഷം റിസൈൻ ചെയ്തു. ഇപ്പൊ പറഞ്ഞു 24-ാം തീയതി വരെ റിസൈൻ ചെയ്തു. അപ്പൊ അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം, അവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടും. പക്ഷെ ആ സ്റ്റിബുലേറ്റഡ് ടൈമിനുള്ളിലാണ് റിസൈൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് 3യിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെട്ട കുട്ടികൾ അഗെയിൻ ഫീസ് അടച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വീണ്ടും രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും നടത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സീറ്റ് ഇത്തവണ റൗണ്ട് 2ൽ നിങ്ങൾ സീറ്റ് ലഭിച്ചു, ജോയിൻ ചെയ്തില്ലെങ്കിലും റൗണ്ട് 3യിൽ നിങ്ങൾക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്തു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ച് വീണ്ടും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ റിസൈൻ ചെയ്യുന്നത് ഈ ഒരു ഡേറ്റിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ട് സെപ്റ്റംബർ 29-നും കേരളയുടെ തേർഡ് റൗണ്ട് ഒക്ടോബർ 6-നുമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. കേരളയുടേത് ഒക്ടോബർ 6-ഉം ഓൾ ഇന്ത്യയത് സെപ്റ്റംബർ 29-നുമാണ് തേർഡ് റൗണ്ട് എക്സ്പെക്ട് ചെയ്യുന്നതല്ല. അതാണ് നമ്മളുടെ സ്കെഡ്യൂൾ പ്രകാരം, MCCയുടെ വെബ്സൈറ്റിലുള്ള സ്കെഡ്യൂൾ പ്രകാരം കേരളയുടെ അലോട്ട്മെന്റ് തുടങ്ങുക 6-ാം തീയതിയാണ്, ഒക്ടോബർ 6-നാണ്. അപ്പോൾ ഇതേ ഒരു സ്കെഡ്യൂൾ ഫോളോ ചെയ്തിട്ടാണ് കേരളം എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ 13th വരെയാണ് നിലവിൽ കേരളത്തിന്റെ അഡ്മിഷൻ പ്രോസസ്സ് എൻഡ് ചെയ്യുന്ന ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 6-ാം തീയതി തന്നെ കേരളയുടെ തേർഡ് അലോട്ട്മെന്റ് പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും.